നമസ്തേ. ഒരിക്കൽ വയോജനങ്ങളുടെ ഒരു പരിപാടിയിൽ സംസാരിക്കാനായിട്ട് പോയി. ധാരാളം വൃദ്ധജനങ്ങളുണ്ട്. പലരുടെയും മുഖത്ത് അത്ര വലിയ സന്തോഷവും കാണാനുമില്ല. സ്വാഗത പ്രസംഗം കഴിഞ്ഞു, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു, എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. ഞാൻ ഉദ്ഘാടന പ്രസംഗം ഒരു 30 മിനിറ്റ് നേരം സംസാരിച്ചു കഴിഞ്ഞതും ആ പ്രദേശത്തുള്ള ഏറ്റവും നല്ല മാതൃകാപരമായി ജീവിക്കുന്ന ദമ്പതികൾക്കുള്ള പുരസ്കാര സമർപ്പണമാണ് അടുത്തത്. അവരെ പേര് വിളിച്ചപ്പോൾ എന്തൊരു സന്തോഷത്തോടെയാണ് അവർ വന്നത്. രണ്ടുപേരുടെയും മുഖത്ത് വല്ലാത്തൊരു ചിരിയാണ്. ഈ ചിരി സ്ഥിരമാണ് പോലും. ഏത് സമയത്തും അവരുടെ ചുണ്ടിൽ ഈ ചിരി ഉണ്ടാവും. സമ്മാനം കൊടുത്തു കഴിഞ്ഞതും അവരെ ഒരു പാട്ടുപാടാൻ സംഘാടകർ ക്ഷണിച്ചു. ഒരു മടിയും കൂടാതെ രണ്ടുപേരും അതേ ചിരിയോടെ ഒരു പാട്ടും പാടി. നല്ല പാട്ടായിരുന്നു. തുടർന്ന് പലരും പാട്ടുകൾ പാടുന്നുണ്ട്. എനിക്ക് ഇവരോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അപ്പോഴും പാട്ടിൻ്റെ ശബ്ദം കൊണ്ട് സംസാരിക്കാൻ വല്ലാത്തൊരു പ്രയാസമായി. ഞാനിവരെ സംഘാടക സമിതി ഓഫീസിലേക്ക് ക്ഷണിച്ചു. അവിടെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഇവർ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ പല വൃദ്ധന്മാരുടെ പല വേദികളിലും സംസാരിച്ചിട്ടുമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അതൊരു മാതൃകയാണ്. അതാണ് അവർ പത്ര മാതൃകാപരമായ കാര്യമായിരുന്നു അവരുടെ ജീവിതം. അവരെയാണ് ഇന്നത്തെ അച്ഛനമ്മമാർ വാസ്തവത്തിൽ മാതൃകയാക്കേണ്ടത്. 2 ആൺമക്കളാണ് അവർക്കുള്ളത്. 2 ആളും വിവാഹം കഴിച്ചതുമാണ്. ഭാര്യയും മക്കളുമുണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞ ശേഷം അവരുടെ ഒരു കാര്യത്തിലും ഈ രക്ഷിതാക്കൾ ഇടപെടാറേയില്ല. അവരെന്താണോ പറയുന്നത്, എന്താണോ ചെയ്യുന്നത്, അതുപോലെ തന്നെ. എവിടെ പോകുന്നുവെന്നോ എപ്പം വരുമെന്നോ ഒന്നും ഇവരന്വേഷിക്കാറില്ല. എന്നാൽ പോകുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ് അവർ പോകും. ആയിക്കോട്ടെ എന്നും പറയും. ചിലപ്പോൾ സിനിമയ്ക്ക് പോകാൻ വിളിക്കുമ്പോൾ ഞങ്ങൾ പോകാറില്ല, നിങ്ങൾ പോയിക്കോളും, ഞങ്ങൾ പിന്നെ പോയിക്കണം എന്നാണ് അവർ പറയുക. മൂത്ത മകൻ ഒരു വീട് വെക്കണം എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, അവരങ്ങനെ സമ്മതം കൂടി. വീടിൻ്റെ പ്ലാൻ കൊണ്ടുവന്ന് കാണിച്ചു. തരക്കേടില്ല എന്ന് പറഞ്ഞു. അവർ വേറെ വീട് വെച്ച് താമസവും ആക്കി. 2 ദിവസം അവരെ കൂടെ അവിടെ നിന്നു. 3-ാം ദിവസം അവർ ഇങ്ങോട്ട് മടങ്ങി. അവിടെ ഒരു കാര്യത്തിലും ഇവർ ഇടപെട്ടതേയില്ല. എന്നാൽ 2ാമത്തെ മരുമകൾ ഇത്തിരി കുശുമ്പുള്ള കൂട്ടത്തിലാണ്. അവൾക്കും ഇപ്പം വീട് വെച്ച് വേറെ പോകണം. എന്നാൽ അതിന് മാത്രം പണം അവരുടെ കയ്യിലുണ്ടോ? അതില്ല. എന്നും അവൾ നിർബന്ധം പിടിച്ചുകൊണ്ടേയിരിക്കും, ഭർത്താവിന് സ്വൈര്യം കൊടുക്കാതെ. അച്ഛനോട് ഷെയർ ചോദിക്കുക എന്ന് പറഞ്ഞ് എന്നും ശല്യം ചെയ്യും. അങ്ങനെ ഒരു ദിവസം മകൻ ഷെയർ ചോദിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്നു. ആയിക്കോട്ടെ, എന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വീട് വിറ്റു
നാലായി അത് ഭാഗിച്ചു. ഞങ്ങൾ ഭാര്യയും ഭർത്താവിൻ്റെ ഷെയർ കൊണ്ട് ഞങ്ങളൊരു കൊച്ചു വീട് വാങ്ങി. അവർ ഒരു വീട് വെച്ച് താമസാക്കുകയും ചെയ്തു. അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഞങ്ങൾ എത്തി നോക്കിയിട്ടേയില്ല. രണ്ടാമത്തെ മരുമകൾക്ക് വിദേശത്ത് ജോലി കിട്ടി. അവൾ ഭർത്താവിനോടൊപ്പം ഭർത്താവിനെയും കൊണ്ട് വിദേശത്തേക്ക് പോയി. ഈ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയും താമസമാക്കി. മൂത്ത മകനും വിദേശത്ത് ജോലിയായി. അവനും ഭാര്യയും മക്കളുമായി അവിടെ താമസമാക്കി. ഒന്നിലും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. പേരക്കുട്ടിയെ കാണാൻ ആഗ്രഹമുണ്ടെന്നോ ഞങ്ങളുടെ ഒറ്റക്കാക്കി നിങ്ങൾ പോവുകയാണെന്നോ ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അവരുടെ സന്തോഷമാണല്ലോ നമുക്ക് വേണ്ടത്. അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അന്വേഷിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പറയും. ഇന്ന് വരെ ഞങ്ങൾ ഒരാവശ്യവും അവരോട് പറഞ്ഞിട്ടില്ല. അവർ സന്തോഷത്തോടെ എവിടെയാണെങ്കിലും കഴിഞ്ഞോട്ടെ, ജീവിച്ചോട്ടെ. അവർക്കതല്ലേ ആഗ്രഹം. അതെ, ഞങ്ങൾ അതിലേറെ സന്തോഷത്തോടെയാണ് ഇവിടെ കഴിയുന്നത്. മക്കളുടെ കഴുത്തിൽ കയറിട്ട് കുടുക്കി നിർത്തിയിട്ടേയില്ല. ഞങ്ങൾ മുട്ട വിരിഞ്ഞ് കിളികൾ ഉയരത്തിലേക്ക് പറന്നു പോകുമ്പോൾ അമ്മക്കിളി സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതെ ഞങ്ങളും ഇവിടെ സന്തോഷിക്കുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ്. 60, 70, 80 വയസ്സിൽ മക്കളെ നിയന്ത്രിച്ച് നിർത്തുന്നത് വിഡ്ഢിത്തരമാണ്. വെറുതെ ഒന്നാലോചിക്കുക.